ജയിലിൽ കിടന്നത് 72 ദിവസം. ബാംഗ്ലൂരു കഫേ സ്ഫോടനത്തിൽ സിസിടിവി കേന്ദ്രീകരിച്ച അന്വേഷണം. പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ കഫേക്ക് പുറത്തുള്ള സിസിടിവി ദൃശ്യം പുറത്ത്. മംഗലാപുരത്തെ സ്ഫോടനവുമായി സാമ്യമെന്ന് വിലയിരുത്തൽ. ഡൽഹിയിൽ ഉൾപ്പെടെ കനത്ത ജാഗ്രത. ഇടവേളയ്ക്ക് ശേഷം ഭാരത് ജോഡോ ന്യായ് യാത്ര പുനരാരംഭിച്ചു. രാജസ്ഥാനിൽ നിന്ന് മധ്യപ്രദേശിൽ പ്രവേശിക്കുന്ന യാത്ര 6 ദിവസം സംസ്ഥാനത്ത് പര്യടനം നടത്തും. മുൻ മുഖ്യമന്ത്രി കമൽനാഥ് യാത്രയിൽ പങ്കെടുക്കും. ശരത് പവാർ വിളിച്ച വിരുന്നിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും പങ്കെടുക്കില്ല. ഔദ്യോഗിക തിരക്കുകളുള്ളതിനാൽ എത്താനാവില്ലെന്ന് നേതാക്കൾ. ബാരാമതി മണ്ഡലത്തിൽ ഇന്ന് വിവിധ പരിപാടികൾക്കെത്താൻ ഇരിക്കെയാണ് ഷിൻഡെയെയും ഫട്നാവിസിനെയും അജിത് പവാറിനെയും ശരത് പവാർ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചത്. ഗാസയിലേക്ക് ഭക്ഷണവും അവശ്യ വസ്തുക്കളും എത്തിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. അവശ്യ വസ്തുക്കൾ എയർ ഡ്രോപ്പ് ചെയ്യും. ആവശ്യമെങ്കിൽ കടൽ മാർഗം എത്തിക്കുമെന്നും ബൈഡൻ. ഗാസയിൽ ഭക്ഷണം കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഞ്ഞുവീഴ്ച തുടരുന്നു. 15 മരണം, നിരവധി പേർക്ക് പരുക്ക്. കന്നുകാലികൾ ഉൾപ്പെടെ 15,000-ഓളം മൃഗങ്ങൾ ചത്തെന്ന് വിവരം. മഞ്ഞുവീഴ്ച പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സംഭവത്തെ തുടർന്ന് അവിടുത്തെ വൈസ് ചാൻസലർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു സംസ്ഥാന ഗവർണർ. സർവകലാശാലയുടെ ചാൻസലർ എന്ന രീതിയിലാണ് ഗവർണറുടെ ഈ നടപടി. അതോടൊപ്പം ഗുരുതരമായ ഒരു ആരോപണം കൂടി ഗവർണർ ഉന്നയിക്കുന്നു. ക്യാമ്പസുകളിൽ SFI, PFI ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഗവർണറുടെ ആരോപണം. ഇത് മുൻപും തനിക്കെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഗവർണർ ആരോപിച്ചിട്ടുണ്ട്. ഈ ആരോപണം എന്തിൻ്റെ സൂചനയാണ്, അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്നാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഈ വൈസ് ചാൻസലർക്കെതിരെ നടപടിയെടുത്ത ഈ ഗവർണറുടെ നീക്കത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തും? സർക്കാരിനതിൽ പൂർണ്ണ തൃപ്തിയില്ല എന്നാണ് തോന്നുന്നത്. നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ അങ്ങനെ അദ്ദേഹത്തെ മറ്റേ ആളെ അവിടുന്ന് മാറ്റുമ്പോ ബഹുമാനപ്പെട്ട ഗവർണർ അതിന്റെ വകുപ്പ് മന്ത്രിനെ അറിയിക്കേണ്ടതല്ലേ അതിന്റെ നിയമാനുസൃതം ചെയ്യേണ്ടത്? അങ്ങനെയുണ്ടോ? അതേ, സർവകലാശാല വരുമ്പോൾ അതിന്റെ ചാൻസലർ ഗവർണർ അല്ലേ? ഗവർണർക്ക് താഴെയല്ലേ പ്രോ വൈസ് ചാൻസലറായ മന്ത്രി? ഓ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ തിരക്കില്ല. ആയിക്കോട്ടെ. പിന്നെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, ബിജു എന്നല്ലേ പേര് പറഞ്ഞത്? ബിജുവിന് കേൾക്കാമോ? ബിജു എവിടുന്നാ വിളിക്കുന്നത്? ബിജു, ഞാൻ കരുനാഗപ്പള്ളി. ശ്രീ ബിജു, എങ്ങനെ ഈ ഗവർണറുടെ ഇന്നത്തെ നടപടിയെയും അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെയും വിലയിരുത്തുന്നു? ഗവർണർ വൈസ് ചാൻസലർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അത് അവിടെ ക്യാമ്പസിൽ വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ്. ക്യാമ്പസിൽ SFI, PFI ബന്ധം ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നിരോധിതമായ ഒരു സംഘടനയാണല്ലോ PFI. PFI നിരോധിച്ചപ്പോഴും അവരുടെ ഓഫീസിൽ കയറുവാൻ കരുനാഗപ്പള്ളി പോലീസ് പോലും വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സേനയാണ് വന്നത്. കാരണം കേരളത്തിലെ കൂട്ടുകെട്ടതാണ്. പിന്നെ ഞാൻ പഴയ ഒരു SFI പ്രവർത്തനാണ്. ഞാൻ പ്രവർത്തിക്കുമ്പോൾ അന്ന് മയക്കുമരുന്നില്ല, കഞ്ചാവില്ല ക്യാമ്പസുകളിൽ. നമുക്ക് മഹാരാജാസ് കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെ ചെന്ന് നോക്കിയാൽ അവിടെ എന്താ പാർട്ടി ഓഫീസാണോ കോളേജാണോ ഒരു സംശയത്തിലാണ്. എന്നെപ്പോലുള്ളവരുടെ പലരുടെയും ജീവിതം കളഞ്ഞാണ് ഈ വിദ്യാർത്ഥി സംഘടന. ഈ വിദ്യാർത്ഥി സംഘടനയെ നിരോധിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഗവർണറോട് പറയുന്നത്. കാരണം ബിജു ഈ SFIയിൽ പ്രവർത്തിച്ച ആളാണെന്നാണോ പറഞ്ഞു വരുന്നത്? എന്നിട്ട് പിന്നെ വിട്ടുപോകാൻ എന്താ കാരണം? 2 പ്രാവശ്യം ചെയർമാനായോ? 2 പ്രാവശ്യം സ്കൂൾ ചെയർമാനായ വ്യക്തിയാണ്. എന്റെ വ്യക്തിത്വം കൊണ്ട്, മറ്റൊന്നും കൊണ്ടല്ല. ഏത് സ്കൂളിലാണ്? ഞാൻ കരുനാഗപ്പള്ളി മോഡൽ സ്കൂളിലാണ്. മോഡൽ സ്കൂളിൽ 2 തവണ അവിടുത്തെ സ്റ്റുഡന്റ് ലീഡർ. ഇപ്പൊ ഞാൻ വിഷമിക്കുക. കാരണം എന്താ, എന്റെയൊക്കെ ജീവിതം, എന്റെ മക്കളെ പോലും ഞാൻ സ്കൂളിൽ വിടാൻ ഭയപ്പെടുകയാണ്. കാരണം ഇത്രയും ക്രൂരമായി കൊല്ലണമെങ്കിൽ അവൻ മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള വ്യക്തികളാണ് കൊന്നേക്കുന്നത്. കാരണം അവരുടെ തലച്ചോറതാണ്. കാരണം ഇത്രയും ഈ ക്യാമ്പസുകളിൽ എല്ലാം മയക്കുമരുന്നിന്റെയും മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കോളേജിൽ നിന്ന് പിരിഞ്ഞു പോയവർ വീണ്ടും അവിടത്തേക്ക് വന്ന്
അവിടെ സാധാരണക്കാരനെ SFI പ്രവർത്തകരെ അടിച്ചൊതുക്കിയതിനു ശേഷമാണ് ഇവരെ പോലുള്ള ഗുണ്ടകൾ അവിടെ വരുന്നത്. അവരെ സംരക്ഷിക്കുവാൻ ഇവര് 51 വെട്ടി കൊല്ലുന്നു. 14 പേര് പോയി, 40 പേര് കൂടി ഒരു ചെറുക്കനെ അടിച്ചു കൊല്ലുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് യുവമാര് നേരിട്ട് ചെയ്യുമോ? ഇല്ല. കാരണം യുവമാർ അങ്ങനെയേ ചെയ്യത്തുള്ളൂ, അങ്ങനെ അവരെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആണത്വമില്ല, അതാ ചെയ്യുന്നത്. അല്ല ഈ ചെറുക്കനെ ഇത്രയും ക്രൂരമായി കൊല്ലും. പൊതിച്ചോറ് വാങ്ങിച്ച് അടക്കാൻ കൊടുത്തിട്ട് ഒരു കുഞ്ഞിന് 3 ദിവസം ചോറ് കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും ക്രൂരമായി കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വം വേണ്ടായോ? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജിതിൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജിതിന് എന്ത് തോന്നുന്നു? ഗവർണറുടെ നടപടിയും ഈ ആരോപണത്തെയും ശ്രീ ജിതിൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഗവർണറുടെ നടപടിയെ പറ്റി പറയണമെങ്കിൽ അല്പം മനുഷ്യത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന, ഒരുപാടൊന്നും വേണ്ട, അല്പം മനുഷ്യത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഗവർണർ നടപടി സന്തോഷം തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ മരണം സ്വന്തം കുടുംബത്തിലാവുമ്പോ അപ്പോൾ അതിന്റെ വേദന അറിയുള്ളൂ. ഇതിപ്പോ മറ്റുള്ളവരുടെ കുടുംബത്തിൽ വരുമ്പോ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിങ്ങനെ കളിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. പക്ഷെ സ്വന്തം കുടുംബത്തിൽ ഈ മരണം വരുമ്പോൾ അതിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഗവർണർ നടപടി ഒരു ആശ്വാസമാണ്. കാരണം കുറ്റം ചെയ്തോ ശിക്ഷിക്കപ്പെടുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും. അതേ നൽകുള്ളൂ. എന്നിട്ടും വൈസ് ചാൻസലർ കുറ്റക്കാരനല്ല, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സൂപ്പർവൈസർ. എന്റെ സുഹൃത്തെ, ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുന്ന ഒരു തെറ്റാണ്. മനസ്സിലായില്ലേ? ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുന്ന തെറ്റാണ്. ആ മൗനം ഉണ്ടല്ലോ, ആ മൗനം ഒരു തെറ്റാണ്. ഈ വിദ്യാർത്ഥി മരിച്ചിട്ട് എത്ര ദിവസമായി? നടപടി എടുത്തോ? ഇല്ല. എന്തേ മൗനമായിരുന്നു? ആരെ ഭയപ്പെട്ടു? സർക്കാരിനെ ഭയപ്പെട്ടു, അല്ലെങ്കിൽ SFI ഭയപ്പെട്ടു? SFIയെ VC ഭയപ്പെടുന്നു എങ്കിൽ നിങ്ങളെപ്പോലെ മാധ്യമങ്ങൾ SFI ഭയപ്പെടുന്നില്ലേ? ഭയപ്പെടുന്നുണ്ട്, പറയാൻ മടിക്കുകയാണ്. ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്, പരിചയക്കാരുണ്ട്. അവരെ ഒന്നും ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾക്ക് എല്ലാവരോടും ഒരേ സമീപനം തന്നെ. അവരെ ഭയപ്പെട്ട് എങ്ങനെ എന്തിനാണ് ഇടപെടുന്നത്? പറയട്ടെ. ഇടപെടാനുള്ളത് നിങ്ങൾ ഇല്ലാത്ത അവാസ്തവമായ കാര്യങ്ങൾ പറയും. ഞങ്ങളൊക്കെ SFI ഭയപ്പെട്ട് നടക്കാറുണ്ട്. എന്നിട്ട് പറഞ്ഞോളൂ, ഞാനൊന്ന് പറയട്ടെ. ഇന്നൊരു കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോ അപ്പോഴും ഈ ഇങ്ങനെ ന്യായീകരിക്കണോ SFI ഒന്നും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. SFI ഏറ്റവും മൃഗീയമായ കാര്യമാണെന്ന് തന്നെയാണ് ഞങ്ങൾ. അതെ, ഗൗരവതരമായ വീഴ്ചയാണ്. SFI ഒരു ഘട്ടത്തിൽ ഈ മരണം സ്വന്തം കുടുംബത്തിൽ നടക്കുമ്പോഴേ അതിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് സ്വന്തം കുടുംബത്തിൽ നടന്ന അതേ വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങളും ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം SFIയെ ഞാൻ ന്യായീകരിക്കാനൊന്നും പോയില്ല. ഞാൻ പറഞ്ഞത് SFIയെ ഞങ്ങൾക്ക് ഭയമില്ല എന്നാണ്. അതെങ്ങനെയാണ് SFI ന്യായീകരിക്കുന്നതാവുക? രൂക്ഷമായി തന്നെയാണ് വിമർശിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് SFI നടത്തിയ ആക്രമണത്തെ, എല്ലാവരും നടത്തിയ ആക്രമണത്തെ പോലെ തന്നെ രൂക്ഷമായി തന്നെയാണ് വിമർശിക്കുന്നത്. AASFനെതിരെ അറിയാലോ, മഹാരാജാസിൽ AASF വനിതാ നേതാവിനെതിരെ നടത്തിയ ആക്രമണങ്ങൾ അറിയാലോ. എല്ലാ ആക്രമണത്തെയും ഒരേപോലെ ഒരേ ഭാഷയിൽ തന്നെ വിദ്യാർത്ഥി സംഘടന വനിതാ നേതാവിനെതിരെ നടത്തിയ അതിക്രമങ്ങൾ അറിയാലോ. അതൊക്കെ മുൻപിൽ ഉണ്ടാകുമ്പോ പിന്നെയും SFIയെ ഗവർണർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞ് SFIയെ വെള്ളപൂച്ചരുത്. SFIയെ വെള്ളപൂശേണ്ട ജോലി ഞങ്ങൾക്കില്ല. SFI ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഭയക്കുന്നില്ല. ഞങ്ങൾ ചോദിച്ചത് SFIയും നിരോധിത സംഘടനയായ PFIയും തമ്മിൽ ബന്ധമുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് കേരളത്തെ സാംസ്കാരിക പ്രവർത്തകർ പുലർത്തുന്ന മൗനമുണ്ടല്ലോ. സാംസ്കാരിക പ്രവർത്തകരുടെ സെലക്റ്റീവ് മൗനമാണ്. ഇത്രയും സാംസ്കാരിക പ്രവർത്തകർ പോലും ഭയപ്പെടുന്നുവെങ്കിൽ പിന്നെയാണ് ഒരു മാധ്യമ സുഹൃത്ത്. എല്ലാവരും സാംസ്കാരിക പ്രവർത്തകർ ഭയപ്പെടുന്നത് അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെ ലക്ഷ്യമില്ല. ഒരു പുരസ്കാരം സാംസ്കാരിക പ്രവർത്തകരെ പല മാധ്യമങ്ങൾ ഭയപ്പെടുന്നുണ്ടാവും. അല്ല, നിങ്ങളുടെ അഭിപ്രായമാണ്, അത് ഞാൻ സമ്മതിച്ചു. ആ അഭിപ്രായത്തോടാണ് ഞാൻ പറയുന്നത്. ഭയപ്പെടുന്നവരുണ്ടാകാം, ഭയപ്പെടാത്തവരുണ്ട്. അല്ല, അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം വാസ്തവം കൂടി ആയിരിക്കണം. അല്ലാതെ ഒരാൾക്ക് വന്ന് ഇല്ല, അങ്ങനെ ആ അഭിപ്രായം പറയരുതെന്നല്ല. ആ അഭിപ്രായം തെറ്റാണെന്നാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ അഭിപ്രായം തെറ്റാണെന്നാണ് പറയുന്നത്. ഞാൻ അല്ല, അങ്ങനെയാണ് കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ പറയാണ് ഞാൻ SFIയെ ഭയത്ത് രാവിലെ എഴുന്നിട്ട് SFIയെ ഭയപ്പെട്ടിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഒരു ഭയപ്പാടുമില്ല. SFI അല്ല, കേരളത്തിലെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഭയമില്ല. അല്ലാതെ താങ്കൾ പേരെടുത്ത് ഞാൻ വിമർശിച്ചിട്ടില്ല. അത് ശരി. അങ്ങനെ അത് ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ചില ആളുകൾ ഇൻഡിവിജ്വലായി മാധ്യമങ്ങളിലെ മുഴുവൻ ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കുറച്ചുപേർ SFIയെ ഭയപ്പെടുന്നുണ്ട്. അല്ല, കുറച്ചുപേർ SFIയെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരായ എല്ലാവരും കുറച്ചുപേർ ഭയപ്പെടുന്നുണ്ടാകും. എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയുന്നത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഭയമില്ല എന്ന് തന്നെയാണ്. ഇപ്പോഴല്ലേ താങ്കൾ ഭയപ്പെടുന്നുണ്ടാകും? ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് ഭയമില്ല എന്നാണ് പറഞ്ഞത്. താങ്കൾക്ക് ഭയമില്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ പറയട്ടെ, അതിനെ നിങ്ങൾ അതിനെ പറയുന്നത് ഞാൻ SFIയെ ന്യായീകരിക്കുകയാണെന്നാണ്. SFIയെ ഒരു കാലത്തിലും ഇത്തരം കാര്യങ്ങളിൽ ന്യായീകരിക്കാൻ ഞാൻ പോയിട്ടില്ല. ചെയ്യരുത്.
ഇന്നല്ല ഒരു കാലത്തും ന്യായീകരിക്കാനും പോയിട്ടില്ല. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കണം. സ്വന്തം നിലപാട് ഇത് തന്നെയാണ്. അത് എത്രയോ തവണ കഴിഞ്ഞ ദിവസം ഈ പൊതുവേദിയിൽ ഞാൻ പറഞ്ഞതാണ്. പറയണമെന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്. പറയണം തന്നെയാണ്. കാരണം ഇത് ഉത്തരേന്ത്യയിലാണെങ്കിൽ ഇന്ന് എന്തായനെ, ഇതിപ്പോ കേരളത്തിലായപ്പോ എല്ലാവർക്കും മൗനം. അല്ല, ഒരു ജീവന്റെ വിലയുണ്ട്. ആ കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് തകർന്നു പോയത്. അത് മനസ്സിലാക്കണം. എന്നിട്ട് വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അങ്ങനെ മനസ്സിലാക്കി തന്നെ അവതരിപ്പിക്കുന്നു. അതന്നെയാണ് പറഞ്ഞത്, അവതരിപ്പിക്കണം. അത്രയേ ഉള്ളൂ. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻദാസ്, ഈ SFI PFI ബന്ധം ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ഗവർണർ ആദ്യമായല്ല ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം വന്ന ഘട്ടത്തിൽ പിടിയിലായവർ SFIക്കാരിൽ പലരും PFIക്കാരാണെന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ ഗവർണർക്കെതിരെ ചില നടന്ന പ്രതിഷേധങ്ങളിൽ അറസ്റ്റിലായവരിൽ ചില PFIക്കാരുണ്ട് എന്ന ആരോപണം അദ്ദേഹം ശക്തമായി എടുത്ത് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഈ റിപ്പോർട്ടും വയനാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് അത്തരത്തിലാണ് ലഭിച്ചത് എന്നൊക്കെയുള്ള വിശദീകരണമാണ് ഗവർണർ നൽകുന്നത്. ശ്രീ മോഹൻദാസ് എങ്ങനെ ഇതിനെ കാണുന്നു? അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പൊതുവേദി വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ വളരെ നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു പരിപാടിയാണ്. എന്റെ കഴിഞ്ഞാൽ ഞാൻ വെക്കാന്നില്ല, ഇത് മുഴുവൻ കഴിയുന്നവരെ കാണാറുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മുടെ പൊതുവേദിയെ കലാപവേദിയാക്കി മാറ്റുന്നുണ്ട് ചിലര്. പിന്നെ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയം ഉണ്ടാവും. അതിനൊക്കെ നമ്മളിപ്പോ ഒരു സ്ഥിര ശബ്ദ സാന്നിധ്യം എപ്പോഴും ഇങ്ങനെ ഓരോരുത്തരെ ബോഡി ഷെയ്മിംഗ് എന്ന് കേട്ടുന്നത് നെയിം ഷെയ്മിംഗ് ആണ്. നാളൊരിക്കൽ പറയുന്നൊരു വാക്കാണ് മറ്റേ കൊങ്ങികൾ എന്ന് കോൺഗ്രസ്സുകാരെ പറയുന്നത്. പുതിയൊരു കണ്ടുപിടുത്തം കൊങ്ങികൾ. ഇതൊക്കെ പറയുമ്പോ ഈ പല പാർട്ടിക്കാരത്തിലേക്ക് വിളിക്കുന്നുണ്ടാവില്ലേ, അവർക്ക് ദേഷ്യം വരാതിരിക്കുമോ? എന്തൊരു കഷ്ടം നോക്കണം. ഇതിപ്പോ മറ്റേ നമ്മള് ആങ്കറിനെന്ന് പറയാൻ പറ്റും. ഇന്നലെ ആങ്കറിന് പറയാൻ കേട്ടില്ല, എനിക്കിപ്പോ സങ്കടം തോന്നിയത് കേട്ടത്. പക്ഷെ ആ ജോസ് കുട്ടി എന്ന് പറയുന്ന ആള് കാര്യം പറഞ്ഞു ശരിക്കേ, അത് മറ്റേ താങ്കളെയല്ല പറഞ്ഞത്. അത് പോട്ടെ. അപ്പൊ ഈ ഇതിലേക്ക് പറയാം. അപ്പൊ ഇത് ആരിഫ് ഖാൻ പറഞ്ഞത് ശരി തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് അദ്ദേഹത്തിന് കാര്യമായിട്ട് ഇത് ദേഷ്യം കൊണ്ട് പറഞ്ഞൊന്നല്ല. അത് ഈ ഇതുവരെ കരിങ്കൊടിയും കൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നില്ലേ? ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാന്റെ കയ്യിലുള്ള കരിങ്കൊടിയും കൊണ്ട് SFIക്കാരുടെ പിന്നാലെ നടക്കുന്നത്. ഇവരെന്താ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? ചെഗ്വേരയുടെ പടം വെച്ചിരിക്കുന്നു അവിടെ. ചെഗ്വേര, അത് ആ മഹാനെ പറ്റി ഇവർക്ക് വല്ലതും അറിയോ? ഒന്നും അറിയില്ല ഇവർക്ക്. ബൊളീവിയൻ കാടുകളിൽ നന്നായിട്ട് അധ്വാനിച്ച് ജയിച്ച ഒരു മനുഷ്യനാണ്. അയാളുടെ പടം വെച്ചിട്ട് ഈ ക്രൂരകൃത്യം നടത്തിയിരിക്കുക. കഷ്ടം തന്നെയാണ് സാറേ. എന്തായാലും ഇപ്പൊ ബോള് നമ്മുടെ ഗവർണറുടെ കയ്യിലാണ്. അദ്ദേഹം ഒരു നല്ല കളി കളിച്ചുള്ളൂ. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുകുമാരൻ എന്നൊരു പ്രേക്ഷകൻ റാന്നിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ സുകുമാരൻ, താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? നമ്മുടെ ക്യാമ്പസുകളിൽ ഇങ്ങനെ നിരോധിക്കപ്പെട്ട ആശയങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ? വിജയൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിജയൻ പറയാം. നമസ്തേ സാറേ. നമസ്കാരം. അല്ല, എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ കേരളത്തിൽ നല്ലൊരു ചുണക്കുട്ടനായൊരു ഗവർണർ വന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഈ കേരളത്തിൽ ഇവിടെ നാഴികയ്ക്ക് 40 വട്ടം ഇത് കേരളമാണ് എന്ന് പറയുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാ. അവർക്ക് SFIക്കായാലും DYFIക്കായാലും CPM-നായാലും CI2-നായാലും ഇതൊക്കെ ചെയ്തിട്ടാണ് അവരിത് പറയുന്നത്. ഇത് കേരളമാണെന്ന്. ഇത് ഗവർണർ ചെയ്ത കാര്യങ്ങള് അതിൽ ഈ നാട്ടിൽ അദ്ദേഹം അല്ലാതെ വേറൊരുത്തരായിരുന്നെങ്കിൽ ഇത് ചെയ്യില്ല. അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജോയ് എന്നൊരു പ്രേക്ഷകൻ തൊടുപുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോയ്, ഇനിയും മുഴുവൻ പ്രതികളെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഗവർണർ ശക്തമായ ഒരു ഇടപെടൽ നടത്തുന്നത്. ശ്രീ ജോയ് എങ്ങനെ ഈ വിഷയത്തെ കാണുന്നു? മനസാറെ, ഒരു സംശയം ചോദിക്കാനാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമുക്ക് ഈ ഇപ്രാവശ്യം മരിച്ച കുട്ടിയുടെ വീട്ടിലേക്ക് ഗവർണർ പോയപ്പോ SFIക്കാര് വല്ല കരിങ്കൊടി പ്രകടനം എന്തെങ്കിലും നടത്തിയായിരുന്നോ? ഒന്ന് അറിയത്തില്ലാത്തോണ്ട് ചോദിക്കാം. ഞാൻ അറിഞ്ഞില്ല, നടത്തിയില്ലെന്നാണോ? നടത്തിയില്ല. അപ്പോ ഇനി ചോദിച്ചതിന് ഉത്തരം പറയാം. അതായത് ഇപ്പൊ ഈ PFIയുമായിട്ട് ബന്ധപ്പെട്ടാണോ ഇപ്പൊ ഇതൊക്കെ നടക്കുന്നത് എന്ന് അല്ലെങ്കിൽ അതിന് ഗവർണർ ആരോപിച്ചു എന്ന് പറയുന്നല്ലോ. ഇത് നേരത്തെ തന്നെ ഞങ്ങളിലൊക്കെ ഉള്ളൊരു ചെറിയ സംശയം തന്നെയാണ്. കാരണം PFIയെ നിരോധിച്ചതിന് ശേഷം ഒരുപാട് പേര്, അതായത് PFIയിൽപ്പെട്ട ഒരുപാട് പേര് ഈ CPM-ലേക്കും ഈ SFI DYFI പോലെ സംഘടനകളിലേക്ക് ചേക്കേറിയിട്ടുണ്ടെന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. പക്ഷെ ഇതിലവർ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും
അതിന്റെ ഒരു ഉത്തേജനം കൂടെ ഇതിൽ വന്നിട്ടുണ്ടോ? ഇത്തരം അവർ ഈ ക്രൂരകൃത്യങ്ങളുടെ, അതായത് ഇപ്പൊ SFI സമരങ്ങൾ നടത്തുന്നു, തല്ലുകൂടുന്നു ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയും ക്രൂരമായിട്ട് ഈ സംഭവം നടന്ന സ്ഥിതിക്ക് അവരുടെയും കൂടെ ഒരു പങ്കാളിത്തം ഇതില്ലെന്ന് നന്നായി നമ്മൾ ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. അതിലിപ്പോ ഗവർണറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. പിന്നെ വേറൊരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ എനിക്ക് അങ്ങയോട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഇന്നലെ ഇടുക്കിയിലെ ജോസ് കുട്ടിയോട് താങ്കൾ പെരുമാറിയത് ഒരു അല്പം മോശമായി പോയോ എന്നൊരു അഭിപ്രായം. അല്ല, അങ്ങനെയല്ല. അതിൽ അത്ര വേറെ ഒന്നുമില്ല. ആളുകളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപിച്ചാൽ നമുക്ക് ഈ പരിപാടി നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഒരാൾ മറ്റൊരാളെ കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നേ. നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാലോ, വിയോജിക്കാം. പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയെ വിയോജിച്ചാൽ ഉടനെ അയാളെ അങ്ങ് മോശമായി ചിത്രീകരിക്കേണ്ട കാര്യമില്ല. അതിനല്ലല്ലോ നമ്മൾ പൊതുവേദി നടത്തുന്നത്. പൊതുവേദി ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. പൊതുവേദി എന്നത് പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരിടമാണ്. അതിൽ വസ്തുതകൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ചില പോരാട്ടങ്ങൾ നടത്തി തോറ്റുപോയ മനുഷ്യർക്ക് അവർ കീഴടങ്ങിയിട്ടില്ല എന്ന് വീണ്ടും ഈ സമൂഹത്തോട് പറയാനുള്ളൊരു വേദിയാണ്. ഒപ്പം ഇതുപോലുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അവരുടെ പിൻബലം വർദ്ധിക്കാൻ, അവർക്ക് മനക്കരുത്ത് നൽകാനൊക്കെ പൊതുജനങ്ങളുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഭാഗമാണ് പൊതുവേദി. അങ്ങനെ പൊതുവേദിയെ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായി മാറ്റുക എന്നതിനപ്പുറത്തേക്ക് പരസ്പരം ആളുകളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന രീതി ശരിയല്ല. അതിപ്പോൾ ശ്രീ ജോയ് തൊടുപുഴയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലും ഞാൻ അതേ രീതിയിൽ പറയും, അത് പാടില്ല എന്ന്. അങ്ങയുടെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല. ആ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, അത് പറയാനുള്ള പൂർണ്ണമായ അധികാരം അങ്ങയ്ക്കുണ്ട്. അതിനെയാണ് നമ്മൾ പൊതുവേദി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ആ വിയോജിപ്പ് അങ്ങ് ദയവായി മാറ്റിവെക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. വേണുഗോപാൽ എന്നൊരു പ്രേക്ഷകൻ കൂടി ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വേണുഗോപാലിന് ഇന്നത്തെ ഈ ഗവർണറുടെ നടപടിയും തുടർന്നുണ്ടായ വൈസ് ചാൻസലറുടെ മാറ്റവും ഒക്കെ എങ്ങനെയാണ് വിലയിരുത്താൻ തോന്നുന്നത്? സാറേ, എത്രയോ പ്രതീക്ഷയോടെയാണ് ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ പറ്റുന്നത്. ഞാനൊരു ഡോക്ടറാണ്, എന്റെ കുഞ്ഞ് ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രതീക്ഷയോടെ ഒരു പഠിക്കാൻ പോയ ഒരു കുഞ്ഞിനെ നമ്മൾ തല്ലിക്കൊണ്ടു നോക്കി. ശ്രീ ഡോക്ടർ വേണുഗോപാൽ, താങ്കളുടെ ഫോണിന് റേഞ്ചില്ല. ശ്രീകുമാർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകുമാർ എവിടെ നിന്ന് വിളിക്കുന്നു? വിക്രമൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിക്രമൻ അടൂരിൽ നിന്നാണ് ചേരുന്നത് അല്ലേ? ശ്രീ വിക്രമൻ, താങ്കൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണോ, എങ്ങനെയുള്ള ഒരു മേഖലയിലുള്ള ആളാണ്? ഞാൻ ചോദിച്ചത്, ഈ രീതിയെ ഗവർണർ ഇപ്പോൾ വളരെ ശക്തമായി ഇടപെട്ടു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. സർക്കാരുമായി കൂടിയാലോചിക്കണമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഏതായാലും അദ്ദേഹം ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നത് ഒരു സന്തോഷകരമായി കാണുന്ന, ആശ്വാസകരമായി കാണുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ രൂക്ഷമായ ആ ഒരു വിമർശനവും വന്നിരിക്കുന്നു, PFI ക്യാമ്പസുകളിലുണ്ട് എന്നത്. എങ്ങനെ ഇതിനെയൊക്കെ ശ്രീ താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഗവർണറുടെ നടപടിയെ പിന്നെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു വാചകം SFI SPI ബന്ധമെന്ന്, അത് ഞാൻ ചോദിച്ചാൽ അത് നേരത്തെ മുതലേ ഗവർണർ ഇത് പറയുന്നത്. എന്തിനാണ് ചോദിച്ചാൽ ഇവിടുത്തെ പിന്നെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു ഇത് ഇന്നല്ല, നേരത്തെ മുതൽ ഈ ഗവർണർ പറയുന്നതാണ്. അതാണ് അതിനെപ്പറ്റി പറയാം. മറ്റേ ഈ ചെയ്ത ഏത് രാഷ്ട്രീയ പാർട്ടി SFIക്കാരായാലും ഏത് പാർട്ടിക്കാരും ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം ഒരു ജീവൻ നമുക്ക് നൽകാൻ പറ്റത്തില്ല, പക്ഷെ ഒരു ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ശരി. ഇതുപോലെ തന്നെയാണ് നമ്മളെ ഇപ്പൊ കരുതി ഇതിന്റെ ഒരു ജിതിൻ പറഞ്ഞൊരു പറയുന്നുണ്ട് നമ്മുടെ പിന്നെ ഞാനതല്ല പറയാൻ പറഞ്ഞതല്ല. ധീരജ് എന്ന് പറയുന്ന ഒരു പിന്നെ സുഹൃത്ത് ഒരു കോളേജ് ക്യാമ്പസ് കുത്തി കൊന്നിട്ട് അതിനെ ന്യായീകരിച്ച UDFിലെ കേസുകാരനുള്ള നാളാ ഇവിടെ. അവര് സത്യത്തിൽ അതിനെ തള്ളിപ്പറയല്ലേ ചെയ്യേണ്ടത്? ഇതാണെങ്കിൽ ഒന്നും അല്ലെങ്കിൽ അവർ തള്ളിപ്പറയുകയും ചെയ്തല്ലോ. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന തെറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതിനെ തള്ളിപ്പറയണം, ഉടനെ നടപടി എടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. SFI ആയാലും പിന്നെ JSU ആയാലും SDPI ആയാലും ഏത് സംഘടന ആയാലും തെറ്റ് ചെയ്തുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്ത് കാണരുത് അവര്. അവർക്ക് നല്ല നടപടി അതാണ് ചെയ്യേണ്ടത്. താങ്കളുടെ അഭിപ്രായം. ജോയ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോയ് ചേരുന്നത് കൊല്ലത്ത് നിന്ന്. ശ്രീ ജയയാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീമതി ജയ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? കൊല്ലം. യെസ്. എങ്ങനെ കാണണം? ഹെഡിങ് തന്നെ കറക്റ്റ് ആണ്. ഗവർണറുടെ ആരോപണം ശരി തന്നെ. ഈ SFI പിള്ളേർ എന്താണോ നമ്മൾ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിടുമ്പം അവർ പോയി പഠിച്ചിട്ടില്ല, അല്ലാതെ ഇങ്ങനെ ആ ഗവർണർ എന്ന് പറഞ്ഞ പ്രായത്തെ പോലും മാനിക്കാതെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ TV കണ്ടോണ്ടിരിക്കല്ലേ.
അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് ഇന്നിപ്പോ ഒരു കുഞ്ഞിന്റെ ജീവൻ പോയത്. അത് നമുക്ക്, ഞാനും ഒരു രക്ഷകർത്താവാണ്, എന്റെ മകന് കോളേജിലൊക്കെ പഠിച്ച പയ്യനാണ്. അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിന് പ്രയാസമാണ്. ഇനി മേലിൽ ഇത് കൊല്ലത്ത്, കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള കർശനമായ ഒരു നിയന്ത്രണം നമ്മുടെ നാട്ടിലുണ്ടാവണം. UP-ന്ന് വന്ന ഒരു ഗവർണർ വേണ്ടി വന്നില്ലേ VC-യെ പുറത്താക്കാനായിട്ട്? നമ്മുടെ ഗവൺമെന്റിന് എന്തായിരുന്നു സംഭവം? അവര് ചിഞ്ചുറാണി വന്നെന്ന് പറയുന്ന രാഷ്ട്രീയം കണ്ടോ? അദ്ദേഹം ആലോചിച്ചില്ലെന്ന്. അദ്ദേഹം എന്തോ ആലോചിക്കാനാ? ഇതൊക്കെ പെട്ടെന്ന് എടുക്കേണ്ടുന്ന തീരുമാനങ്ങളാ. അവർക്ക് പറ്റാത്തത് കൊണ്ട് ഗവർണർ അത് ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. യെസ്, വളരെ വ്യക്തമാണ് ശ്രീമതി ജയയുടെ അഭിപ്രായം. അഷീന എന്നൊരു പ്രേക്ഷക മൂവാറ്റുപുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി അഷീന, താങ്കൾ എങ്ങനെ ഇന്നത്തെ ഈ നടപടിയെ വിലയിരുത്തും? കർശനമായ നടപടികൾ ഇത്തരം സംഭവങ്ങളിൽ വേണ്ടത് തന്നെയല്ലേ? ഗവർണർ പറഞ്ഞത് ഒട്ടും ശരിയല്ല. PDF എന്ന് പറയുന്നത് നിരോധിത സംഘടനയാണ്. അതിൽ ഈ SFI-യുമായിട്ട് അവർക്ക് കൂട്ടുകെട്ടുണ്ടെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. പിന്നെ SFI സംഘടനയെ അടച്ചാക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഈ സംഘടനയിലുള്ള കുട്ടികള് ഈ ഒരു പ്രശ്നം വലിയൊരു കാര്യമാണ്. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവര് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ SFI എന്ന സംഘടനയെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗവർണറുടെ ആരോപണം ഒട്ടും ശരിയല്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മോഹനൻ എന്നൊരു പ്രേക്ഷകൻ മാവേലിക്കരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹനൻ എങ്ങനെ വിലയിരുത്തുന്നു ഇത്? സാറേ, പിന്നെ ഈ ഗവർണർ പറഞ്ഞതിനകത്ത് എന്തോ കാര്യമുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും പിന്നെ ഇൻഫർമേഷൻ കിട്ടിയിട്ടായിരിക്കുമല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ അവർ ചെയ്തത് ഒരു താലിബാൻ മോഡൽ ഒരു പരിപാടിയാണ്, ഒരാൾക്കൂട്ട വിചാരണയാണ്. അത് PFIക്ക് ചിലപ്പോൾ അതിനകത്ത് അവരുടെ ഐഡിയ ഇതിനകത്ത് ചെലുത്തി കാണാം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അത് പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ പറയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. തന്നെയുമല്ല, ഇന്ന് ഇപ്പൊ ഗവർണറുടെ തീരുമാനം നീതിപീഠം ചിലപ്പം തലമുടി നാരിഴകീറി നോക്കുമ്പം എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ 90% ജനങ്ങളും ഒരാശ്വാസം കൊള്ളുന്ന ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സൂരജ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സൂരജ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്നാണ് അല്ലേ? സൂരജ്, കേൾക്കാമോ? കേൾക്കാം. ഞാൻ അഭിപ്രായം പറയാം. കണ്ണൂരിൽ നിന്നാണോ വിളിക്കുന്നത് ശ്രീ സൂരജ്? അതെ. കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കക്കാട് നഗരപ്രദേശത്ത് തന്നെ. അതെ, ഞാൻ TV കണ്ടോണ്ടിരിക്കുമ്പം വിളിച്ചത്. ഓക്കെ, ഈ ഗവർണർ കാര്യമായ തീരുമാനം അത് കറക്റ്റ് അതിനുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തിട്ടൊന്നും ഇവർക്ക് ശിക്ഷ കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം ശിക്ഷ കാര്യമായിട്ട് കലാലയങ്ങളിൽ നിന്ന് സംഭവിക്കുന്നവരെല്ലാരും പിന്നീട് പാർട്ടിയൊക്കെ രക്ഷപ്പെടുത്തുന്നത് കാരണം അവർ വീണ്ടും തെറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ തെറ്റിലേക്ക് പോകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നല്ല മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ച് കൂടി കൊടുക്കണം. അത് ഗവൺമെന്റ് പറഞ്ഞത്, അതും ഗവർണർ പറഞ്ഞത് 100% സത്യമായ കാര്യമാണ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, ഈ സർവകലാശാലകളിൽ വളരെ കർശനമായി ഒരു ഡിസിപ്ലിൻ നടപ്പിലാക്കേണ്ട സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? ഗവർണർ പോലും, അല്ലെങ്കിൽ വൈസ് ചാൻസലർ, അല്ലെങ്കിൽ അത്തരം പദവികൾ വഹിക്കുന്ന ചാൻസലർ തുടങ്ങിയ ആളുകൾ ഇതിൽ കൂടുതൽ ഗൗരവമായി ഇടപെടുന്നു എന്ന സൂചനയാണോ ഗവർണറുടെ നടപടി കാണുന്നത്? അതോ അതിനപ്പുറത്തേക്ക് ഇത് വെറും രാഷ്ട്രീയമാണ് എന്ന തോന്നലാണോ ശ്രീ ജയകുമാറിനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരം. ഗവർണറും പിന്നെ സർക്കാരുമായിട്ടുള്ള ഒരിതിന്റെ പുറത്ത് ഗവർണർ കുറച്ചുകൂടെ കടുപ്പിച്ചതായിരിക്കാമെന്ന് തോന്നുന്നു. പക്ഷെ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. കാരണം ഇപ്പൊ ഈ PFI SFIയുടെ വർഗീയച്ചിട്ടെന്നാണ് തോന്നുന്നത്. അക്രമം അത് PFI നിരോധിച്ച പിന്നെ അക്രമം അതിഭയങ്കരമായിട്ടാണ് SFIയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഗവർണറുടെ ഭാഗത്താണെങ്കിൽ ഇത്രയും തന്റെ അടുത്തോടി ചാടി ഇറക്കാൻ അവന്മാർക്കേ സാധിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞെന്ന് തോന്നുന്നു. മാത്രമല്ല പ്രസിഡന്റ് ഭരണമാണല്ലോ ഇപ്പൊ നടക്കുന്നത് ഇവിടെ. കാരണം സർക്കാരില്ലല്ലോ, പ്രസിഡന്റിന് വേണ്ടി ഗവർണർ ഭരിക്കണമെന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹമാണല്ലോ ഇപ്പൊ കാര്യങ്ങൾ കുറച്ചെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകുന്നു.
വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജയഗോപൻ എന്നൊരു പ്രേക്ഷകൻ മസ്കറ്റിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ വേണുഗോപാൽ. അതെ അതെ. ശ്രീ വേണുഗോപാൽ, താങ്കൾ ഒരു പ്രവാസിയായിരിക്കണം ആണ് സ്വാഭാവികമായും. ഇവിടെ ഒരു പ്രവാസിയുടെ മകൻ കൂടിയാണ് ഇത്തരം ക്രൂരമായ ഒരു ആക്രമണത്തിന് ഇരയായിരിക്കുന്നത്. നമ്മൾ എത്രമാത്രം ഗൗരവത്തോടെ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ദയവ് ചെയ്ത് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് എനിക്ക് അവതാരനോട് പെട്ടെന്ന് കട്ട് ചെയ്യണമായിരുന്നു പ്ലീസ്. ദയവ് വൈകാരികമായി പോകും പറയുമ്പോൾ. കാരണം വികാരം എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമാണല്ലോ, അതുകൊണ്ട് പറയാണ്. ഇതിന് എന്താണ് തന്നെ ആധികാരികമായ കാരണം? എന്തുകൊണ്ടാണ് ആ കുട്ടിയെ അങ്ങനെ നിങ്ങൾ ശിക്ഷിച്ചത്? അതായത് നിങ്ങളെന്ന് പറയണം, സോറി കേട്ടോ, നിങ്ങൾ തന്നെ ഉദ്ദേശിക്കുന്നത് പാർട്ടിക്കാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഇതിനകത്ത് അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായ പ്രശ്നമാണോ? അതേ ആ കുട്ടിയെ വന്ന് മിസ്റ്റേക്ക് ഉണ്ട്? അഥവാ മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത് നിയമാനുസരണം എന്തെല്ലാം മാർഗങ്ങളുണ്ട് ചെയ്യാൻ? അതൊന്നുമില്ല. ഇതുപോലെ അഴിഞ്ഞാടാൻ കുറെ SFI കമ്മ്യൂണിസ്റ്റ് എന്താ പറയുക ഒരു പട്ടികളെ അഴിച്ചുവിട്ടിരിക്കുന്ന ഈ പാർട്ടിക്കാരുൾപ്പെടെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് കേരളത്തില് ഒരു വ്യക്തിക്കോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു ഗവൺമെന്റിന് കഴിയുന്നില്ല? ഒരു തവണയല്ലോ, പലതവണ പല പ്രശ്നങ്ങളുണ്ടല്ലോ. എന്താണ് കാരണം? ഇത് അവസാനം ജനങ്ങൾ തെളിവിറങ്ങി ഇവനെയൊക്കെ തിരിച്ചിതുപോലെ അടിച്ചുകൊണ്ട അവസ്ഥ വരും. അത് ദയവ് ചെയ്ത് എല്ലാവരും ഇത് ജനങ്ങളുടെ എത്തിക്കുക. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് അത് ചെയ്തത്? ഈ 18-ാം തീയതി കുട്ടി ആഹാരം വെള്ളം പോലും കൊടുക്കാതെ ശിക്ഷിച്ചതിന് കാരണം എന്താണ്? അത് വ്യക്തമായിട്ട് ദയവ് ചെയ്ത് ചാനലുകാർ പ്രത്യക്ഷമായിട്ട് പുറത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്താണ് കാരണം? അവിടെ എന്താണ് മിസ്റ്റേക്ക്? അഥവാ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിയമാനുസരണമുള്ള ഒരു തരം ഇതുകളും അദ്ദേഹം അർഹിക്കുന്നില്ലേ? നിയമാനുസരണ രീതിക്ക് പൊയ്ക്കോട്ടെ. പക്ഷെ ഇവന്മാർക്ക് ആര് അധികാരം കൊടുത്തത്? ഇതുപോലെ ജനങ്ങളായിട്ട് ആദിവാസി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്, പ്രവാസി മക്കളുടെ ആയിക്കോട്ടെ. ഇവരെയെല്ലാം വികാരമാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു കുറ്റം ഉണ്ടെങ്കിൽ അതിനെ ശിക്ഷിക്കാൻ ഇവന്മാർക്ക് ആർക്ക് അധികാരം കൊടുത്തു? ആര് കൊടുത്ത അധികാരം? ശ്രീ വേണുഗോപാൽ, സമയപരിമിതി കൊണ്ടാണ് നമുക്കിത് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാം. വളരെ നന്ദി. മസ്കറ്റിൽ നിന്ന് വിളിക്കുകയും പൊതുവേദിയിൽ താങ്കളുടെ വ്യക്തമായ അഭിപ്രായം പറയുകയും ചെയ്തു. ദീപു എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപുവിന് കഴിഞ്ഞ ദിവസം വിളിച്ച് കിട്ടിയില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഇത്തവണ അത് പരിഹരിക്കാനായുള്ള നീക്കങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ശ്രീ ദീപുവിന് പറയാം. അതെ, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇവിടെ ഒരു അലങ്കാരികമായിട്ട് പറഞ്ഞു. അപ്പം മനു മിണ്ടാതെയാണ് ഇരുന്നത്. അത് മറ്റുള്ളവരെ പറയുമ്പം ഇത് സംഗീതമാണോ എന്ന് എനിക്കറിയില്ല. അതിനൊരു തിരിച്ചുള്ള മറുപടി എനിക്ക് പറയാൻ നാക്ക് പൊങ്ങാനല്ല. പക്ഷെ ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് അതിനുള്ള മറുപടി അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. ചില സതീശന്മാർ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അതിനും തിരിച്ച് അതേപോലുള്ള മറുപടി പറയാൻ അറിയാവുന്നവരാണ് ബാക്കിയുള്ളവരെന്ന് കരുതുക. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി മരണപ്പെട്ടതിന് നമ്മൾ അതീവ വിഷമത്തോടെ തന്നെയാണ് കേൾക്കുന്നത്. അതിനകത്ത് ഒരു ന്യായീകരണവും ആരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിലും അത് നമുക്ക് ന്യായീകരിക്കത്തക്കതോ അല്ലെങ്കിൽ അതിനകത്ത് കേൾക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. 19 കുട്ടികളിൽ 4 പേര് SFIക്കാർ ഉണ്ട്. അതുകൊണ്ട് മുഴുവനും SFI ആണ് ചെയ്തതെന്ന് പറഞ്ഞാൽ പോലും ആ SFI അവിടെ തടയേണ്ടതുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് തന്നെയാണ് SFIയുടെ നേതൃത്വം പറഞ്ഞത്. SFI ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് നടപ്പാക്കിയ ഒരു കാര്യമല്ല അവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ അതിനെതിരായിട്ട് അങ്ങനെ വരുമ്പോൾ SFIയെ മുഴുവൻ വരിവാരി തേക്കാനാണ് ഇവിടെ നിന്നുള്ള ആൾക്കാർ സംസാരിക്കട്ടെ. അത് അവരുടെ രാഷ്ട്രീയമാണ്. അവിടെ ഒരു അവസരം വരുമ്പോൾ അവർ സംസാരിക്കും. പക്ഷെ ഇപ്പൊ ഗവർണർ എന്ത് രീതി, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, VCക്കെതിരെ ചാൻസലർ നടപടിയെടുത്തു. ചാൻസലർ ഇന്ന് ഉത്തരവാദിയല്ലേ? VCക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ചാൻസലർ ഉത്തരവാദിയാണ്. ചാൻസലർ ഇതിന്റെ ഹയർ അതോറിറ്റിയാണ്. അപ്പൊ ചാൻസലർ VCക്ക് ആ കോളേജിന്റെ പ്രിൻസിപ്പാളുണ്ട്, ഡീനുണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ VCക്കെതിരെ നടപടി എടുക്കുമ്പോൾ ചാൻസലർ ഉത്തരവാദിയാണെന്ന് മാത്രവുമല്ല, ഈ ചാൻസലർ എന്താ ചെയ്തത്? SFIയും PFIയും തമ്മിൽ ബന്ധപ്പെട്ട് NIA കണ്ടുപിടിച്ചിട്ടുണ്ടോ? NIAയും ഇന്റലിജൻസും കണ്ടുപിടിക്കാത്ത സാധനം ഇയാൾക്ക് എവിടെ നിന്ന് എത്തി? ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് കിട്ടി. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയട്ടെ ആ കിട്ടിയ കാര്യം എന്തുകൊണ്ട് ഇയാൾ NIA ഇതുവരെ അറിയിച്ചില്ല? ഇയാൾക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് PFI അവിടെ ഉണ്ട് എന്നുള്ള പിന്നെ ഈ വിവരം ഇയാൾക്ക് കിട്ടിയിട്ട് ഇയാൾ അവിടെ അറിയിച്ചില്ല? ഇയാൾ രാജ്യദ്രോഹിയല്ലേ? ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു രാജ്യദ്രോഹിയല്ലേ? ഈ PFIയുമായിട്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു ക്യാമ്പസിൽ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വിവരം അറിയിക്കണ്ടേ? ഇദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതാണോ ഈ രാജ്യദ്രോഹി? ഈ രാജ്യദ്രോഹിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുകയാണ്. PFI ബന്ധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനകത്തൊരു ചോദ്യമുണ്ട്. അല്ല, അങ്ങനെ ചോദിക്കാതിരിക്കാൻ പറ്റില്ല ദീപു. എന്താണെന്ന് വെച്ചാൽ ഇത് പറയുന്നത് ഒരു സാധാരണക്കാരനല്ല.
ഈ കേരളത്തിലെ സർവകലാശാലയുടെ ഏറ്റവും ഉയർന്ന അധികാരിയാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് കൂടി അദ്ദേഹം പരിശോധിക്കാം. പദവിയിലിരിക്കുന്ന ഒരാൾ, ആ ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് PFI ഇവിടെ ക്യാമ്പസിലുണ്ട് എന്നറിഞ്ഞാൽ ആ വിവരം NIAക്ക് കൊടുക്കാത്തതെന്ത്? ഇന്നാണോ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം അന്വേഷണ ഏജൻസികൾ വഴി അല്ല, അദ്ദേഹത്തിനോട് ദീപു, ഇത് സമയപരിമിതി കൊണ്ടാണ് എനിക്കതിൽ ഇടപെടാൻ പറ്റാത്തത്. നമ്മൾക്ക് തീർക്കാറായി. പക്ഷേ ഇത് അദ്ദേഹം ആദ്യമായല്ല ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പ് ഫെബ്രുവരി 17 ഉന്നയിച്ചു. എന്തുകൊണ്ട് തെളിവ് കൊടുത്തില്ല? എന്തുകൊണ്ട് NIA വന്നില്ല? നേരത്തെ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ NIA നേരത്തെ വരണ്ടേ? അല്ല, മാത്രമല്ല അത് വന്നിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഏതായാലും അത് അന്വേഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞത് അതല്ല, അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം മുമ്പ് ഇത് മാധ്യമപ്രവർത്തകർക്ക് പോലും അറിയാത്ത ഒരു കാര്യം ഗവർണർ ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകർക്കല്ല അല്ല അങ്ങനെ ദീപു പ്രയോഗിക്കുമ്പോൾ അതെന്തായിരിക്കാന്ന് എനിക്ക് പറയുന്നില്ല. അറിയിച്ചില്ല എന്നുള്ളൊരു ചോദ്യമില്ലേ? അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. പക്ഷേ ഇത് NIA ഉണ്ടെങ്കിൽ ദീപു, ഇത് സമയപരിമിതി കൊണ്ടാണ്. NIA ഉണ്ടെങ്കിൽ NIA ഇത് അറിയിക്കാൻ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഇത് നേരത്തെയും പറഞ്ഞു. അല്ല, അതെ, ഇത് ദീപു അദ്ദേഹത്തിന് ഇത് അന്വേഷണ ഏജൻസികളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയെന്നല്ലേ പറയുന്നത്. റിപ്പോർട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടേ? അദ്ദേഹം തന്നെയാണ് പറയുന്നത്. വയനാട്ടിലെ കോളേജിൽ ദീപു വയനാട്ടിലെ കോളേജിൽ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ കോളേജിൽ PFI ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് സമയപരിമിതി കൊണ്ടാണ്. ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ, അന്വേഷണം പുറത്തു വരട്ടെ. ഏതായാലും ആ ആരോപണത്തെ അങ്ങനെ നമുക്ക് ഗവർണറുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നതുകൊണ്ട് തന്നെ നിസ്സാരമായി തള്ളിക്കളയാനും ആകില്ല. അദ്ദേഹം അതിന് തെളിവ് കൊടുക്കാൻ ബാധ്യസ്ഥനുമാണ്. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുൻപിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ ഗവർണറുടെ ആരോപണം ശരിയാണോ എന്നായിരുന്നു ചോദ്യം. ഏതായാലും അതിൽ വലിയ വിഭാഗം ആളുകൾ ഗവർണറെ അനുകൂലിക്കുന്നു എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 90% ആളുകൾ ഗവർണർക്ക് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്നു. അതേസമയം 10% ആളുകൾ ഗവർണറുടെ ഈ ആരോപണം ശരിയല്ല, അത് യാതൊരു കഴമ്പുമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. പ്രായം കൂടുന്തോറും മാർച്ചിൽ കേരളത്തിൽ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സാധാരണ നിലയിൽ തെക്കൻ കേരളത്തിൽ മഴ ലഭിക്കേണ്ടതാണ്. എന്നാൽ ഇത്തവണ മഴ കുറയുമെന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്ത് ഉഷ്ണതരംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കും. പസഫിക് സമുദ്രത്തിൽ എൽ നിനോ തുടരുമെന്നും പ്രവചനം. മലപ്പുറം തിരൂരിൽ 11 മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അമ്മ ശ്രീപ്രിയ, കാമുകൻ ജയസൂര്യയുടെ അച്ഛൻ കുമാർ, അമ്മ ഉഷ എന്നിവരാണ് പ്രതികൾ. തൃപ്പൂണിത്തുറ തൈക്കൂടത്ത് വൃദ്ധമാതാവ് മകളുടെ ക്രൂരപീഡനത്തിന് ഇരയായ സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. ഏറെ നേരം വീട്ടിൽ കയറാനാകാതെ പുറത്തുനിന്ന അമ്മയ്ക്ക് വീട്ടിൽ കയറാനാകി. RDO തലത്തിൽ ഇന്ന് ചർച്ച നടക്കും. തൈക്കൂടം സ്വദേശിനി സരോജിനിയെ വീട്ടിൽ കയറ്റണമെന്ന RDOയുടെ ഉത്തരവ് നിലനിൽക്കെയായിരുന്നു മകളുടെ ക്രൂരമായ സമീപനം. പാലക്കാട് അട്ടപ്പാടി മേലെ